എന്താ മുന്നമായി പറയാനുള്ളത്? ഇന്ന് എവിടെയായിരുന്നു പണി? ഇന്ന് എന്റെ പിന്നാലെ മാളിക കല്ലേ അതിന്റെ കഥയൊന്നും പറയണ്ട, ആകെ അടങ്ങാറായി. എന്തടങ്ങാറ്? എന്താന്ന് പറയാന്ന് പറഞ്ഞത് അടങ്ങാറിന്റെ അതിന് വേണ്ടിയായിരുന്നു. എന്തെങ്കിലും നിങ്ങള് പറയും, ഞാനെന്താ പറയാൻ. പിന്നെന്താ പണിയെടുക്കുന്നത്? പണിയെടുത്താല് ഒപ്പം ആരൊന്നും ഉണ്ടായിരുന്നില്ലേ? ആരുണ്ടായാലും 15 ആൾക്കാർ പൊറുക്കാനാണ്. ഞാൻ ഒറ്റയ്ക്ക് പറിച്ച 2 ടൺ അടക്ക പറിച്ചു. ഇത് എങ്ങനെ നോക്കിയാലും ഞമ്മക്കിത് ഇത് എല്ലാവരും കൂടി ഇടങ്ങാറാകുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ മുഴുവനും പച്ചയാണ്, പൈക്കല്ല. ഇതൊക്കെയാണ് ഇടങ്ങാറ്. 15 ആൾക്കാർ പിച്ചിങ്ങള് പിന്നാലെ ഈ ചേത്താൻ കൂടിയന്മാര് പിന്നാലെ കൂടിയേക്കാണ്. ചൈത്താൻ പിന്നാലെ കൂടിയവര് പിന്നെന്തിനാ എന്നെ ഉത്തരവാദിത്തത്തിൽ കൂടെ പറഞ്ഞത്? പറഞ്ഞത് ഞാൻ ഒറ്റച്ചാൽ ഇത് പറിച്ചിന് കവുങ്ങിന്റെ മുകളിൽ കവുണില് കിടക്കണം. കവുണില് കിടന്നു കഴിഞ്ഞിട്ട് കവുങ്ങ് അങ്ങോട്ടും ആടും ഇങ്ങോട്ടും ആടും. ഇത് ആടിയിട്ട് ഞാനങ്ങോട്ട് കവുങ്ങിന് പൊളിഞ്ഞിട്ട് വന്നു. അപ്പുറത്തെ കവുങ്ങോട്ട് പോയി വീഴാൻ മുട്ടിക്കിട്ട്. എന്നിട്ട് ഞാനാണ്ട് കയ്യാണ്ട് വിട്ടു. കയ്യാണ്ട് വിട്ടപ്പോ മിച്ചമ്മില് പിടിച്ചിട്ടൊക്കെയാണ് പിടിച്ചോണ്ട് കഴിച്ചിനായി തടി കിട്ടിയത്. പിച്ചുകള് വേഗം വലിച്ച പിച്ചുകൾ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ഇരിച്ചാണ്. പിച്ചുകള് വെറുതെ ഇരിക്കന്നെയാണ്. കാരണം വെച്ചാല് അപ്പൊ നമ്മളിത് അടക്ക പറിച്ചാവണ്ടേ, അവിടെ എപ്പോഴും ഓരോ അടക്കേ ഉള്ളൂ. ഈ ഓരോ അടക്ക വെച്ചിട്ട് ഈ 2 ടൺ അടക്ക വെച്ചുണ്ടാക്കണമെങ്കിൽ നല്ലൊരു പണി പണി തന്നെയല്ലേ ഇപ്പൊ. അത് 1 ഏക്കറൊന്നല്ല, 12 ഏക്കറൊക്കെ ഒന്നിച്ചിട്ടാണ് കയറി പറിച്ചിനെ. 12 ഏക്കറയില് കയറണം. 12 ഏക്കർ സ്ഥലമാണ് തെരഞ്ഞു പോയി പറിച്ചാണ്. ഇത് എങ്ങനെ നോക്കിയാലും വേണ്ടില്ല. വിറ്റാണെങ്കിൽ അടക്കമായിട്ടില്ലെങ്കിൽ പണിക്കാർ പേര് വെക്കുകയാണ്, മുതലാളി പിന്നാലെ പറയും. ഈ ഒക്കപ്പാടിന് കേൾക്കുമ്പോ നമുക്ക് തലക്ക് പിരാന്തിൽ വരും. തലക്ക് പിരാന്തിൽ വരുമ്പോ അപ്പൊ കയറും. പിന്നെ ഓടി കയറൽ തന്നെയാണ്. പിന്നെ ഇറങ്ങാൻ സമയം തരുന്നെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അതിനേക്കാൾ നല്ലത് ആനയെ വേക്കാൻ പോകാൻ നല്ലത്. ഒരു കുഴപ്പമില്ല. ഒരു ചെറിയ തുള്ള വടി കയ്യിൽ പിടിച്ചിട്ട് നടന്നാൽ ഒരു കുഴപ്പമില്ല. പഴയമാതിരി ആനപ്പണിക്കാൻ പോയി. ആനപ്പണിക്ക് ഇപ്പൊ പോണെന്നൊക്കെ ഉണ്ട്. അതിപ്പോ എങ്ങനെ നോക്കിയാലും ഇപ്പൊ ഇതൊരു ലെവലുകള് ശരിയില്ല. പഴയമാരൊന്നല്ല. പിന്നെ ഇപ്പൊ ആള് പറ്റ വ്യത്യാസമായി. പിന്നെ ഇപ്പൊ ആനനെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആനപ്പണിക്കൊന്നും ഇപ്പൊ അങ്ങനെ ആൾക്കാർ ആവശ്യം ഒക്കെ ബംഗാളികളായിട്ടാണ്. ആനപ്പണിക്ക് എന്ന് പറഞ്ഞപ്പോ ആനപ്പണിച്ച് ബംഗാളികളാണ്. അപ്പൊ അതാ പിന്നെ ഇവിടെ ഇയാളുടെ പിന്നെ അവിടെ മംഗലാമൂർ ചെട്ടിയാരുടെ അവിടെ ഹിന്ദിക്കാരനാണ് ആന മേച്ചിന്. മലയാളക്കാരനെ ആട്ടി വിടുക വേണ്ടാന്ന്. ഒറ്റയ്ക്ക് ഒരു കുഴപ്പമില്ല. ഓർക്ക് ആന നോക്കണ അറിയന്മാര് നമ്മുടെ കേരളത്തിൽ മലയാളക്കാർക്ക് പറ്റൂല, അറിയൂല. കാരണം വെച്ചാൽ അവർക്ക് ഇതിന്റെ ഈ ആസാമിൽ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഈ ആനയെല്ലാം കൊണ്ടുവരുന്നത്. അവിടെ ചന്തയാണ്. നമ്മുടെ ഇവിടുത്തെ കന്നുചന്തയില്ലേ, കന്നുചന്ത്രന്മാരാണ് അവിടെ ഈ ആസാമില്. ആനച്ചന്തയില്ല. ആനച്ചന്ത എത്ര കൊല്ലം ആനക്ക്? ഒരു 16 വയസ്സ് പോയതാണ്. 26-27 വയസ്സ് വരെയൊക്കെ പോയി. 16 വയസ്സിൽ ആനപ്പണിക്ക് പോയതാണ്. ഈ 10-30 വയസ്സ് വരെയൊക്കെ പോയി. പിന്നെ ആന കുത്തിയൊക്കെ ചവിട്ടി അലമ്പാക്കി ആകെ അലക്കുരുക്കാക്കി ആനയൊക്കെ. ആന കുത്തി 2 പ്രാവശ്യം ആന കുത്തി എല്ല് കയ്യും കാലൊക്കെ കേട് വരുത്തി. പിന്നെ അങ്ങനെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ പണി കിട്ടി. അവിടെ കള്ളുടിച്ചാൻ പാടില്ല എന്നപ്പോ അന്താ പണി. ദേവസ്വം ബോർഡിൽ കള്ളുടിച്ചാൻ പാടില്ല പറഞ്ഞു. അപ്പൊ പിന്നെ അന്ന് ആനപ്പണി വേണ്ട പറഞ്ഞ അങ്ങനെ ഒഴിവാക്കി. ഈ കള്ളുടിച്ചാനായിട്ട് പോവാന്ന് ആനപ്പണിക്കാണ് പണ്ട്. അല്ലാണ്ട് കുടുംബം നോക്കണം, കുടുംബത്തിൽ വല്ല വാരി വാങ്ങണം എന്നുള്ള ആൾക്കൂട്ടില്ല. ആനപ്പണിച്ച് പോയാൽ കള്ളുടി ഇറങ്ങും. അതുകൊണ്ട് വേണ്ടിയിട്ട് ഇങ്ങനെ പോയതാണ് ആനപ്പണിച്ച്. ശരി. പിന്നിപ്പോ എന്താ അങ്ങനെ പോകുന്നു ഇങ്ങനെ ഓരോ ഇടങ്ങാറ്.